ഞാൻ മജീദാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ കുടുംബത്തിന് ആകെ ചെയ്ത പേരാകാരം അല്ലേ? അതേമാതിരിയാണ് നമ്മുടെ കേരളത്തിലെ പോലീസുകാരെ അവസ്ഥ. ഒരാൾ തെറ്റ് ചെയ്താൽ ജനങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ എല്ലാ പോലീസുകാരും അതേമാതിരി തെറ്റുകാരാണെന്നുള്ള ചിന്താഗതിയിലെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാനൊരു വീഡിയോസ് കാണിച്ചു തരാം, എന്നിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ? ഈ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ? ഇതെനിക്കൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. ഈ പോലീസുകാർ രാത്രി 12 മണിക്ക് ഇയാളുടെ വീട്ടിൽ പോയിക്കാണ്ട് എന്തോ പറഞ്ഞിക്കാണ്. അതെന്താ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടപ്പോൾ ഈ പോലീസുകാരെയാണ് കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ചീത്ത പറയുന്നത്, എന്നുവെച്ചാൽ മോശപ്പെടുത്തിക്കാണ്ട് കമൻറ്റ് എഴുതിയിരിക്കണത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പരിചയപ്പെട്ട പോലീസുകാരെ ഒരു നല്ല ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ നാടായ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടുന്ന് ഫസ്റ്റാണ് തിരുവനന്തപുരത്തേക്കും അതേമാതിരി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റേക്കും ഞാൻ പോണത്. അത് 2 പ്രാവശ്യം പോയിക്കണ്. ഒന്നാമത്തെ പ്രാവശ്യം ഞങ്ങളുടെ തേപ്പിൻ്റെ വിഷയം എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കൂലി വെക്കുന്നില്ല പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം കൊടുക്കാനും, പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ കൊയ്ത്തുകുണ്ട് അതേമാതിരി കളിക്കുന്ന് ഭാഗത്തൊരു പാലുണ്ട്. ഒരു ഭാഗം പൊളിഞ്ഞ് ചാടിയ അപകട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാലുണ്ട്. ആ പാലത്തിൻ്റെ വിഷയമായിട്ടും ആണ് ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പോയിക്കണേ. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ മന്ത്രിമാർ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഞാൻ ഈ പാസ് എടുക്കണ അവിടെ പോയി പറഞ്ഞപ്പോൾ വെച്ചാൽ 3 മണിയാവും മന്ത്രിമാരെ കാണണമെങ്കിൽ, ചിലപ്പോൾ കാണാനും പറ്റൂല എന്ന് പറഞ്ഞു. അതിൽ ഞാനിങ്ങനെ എന്താ ചെയ്യാന്ന് കരുതി ഞാൻ ആ സെക്രട്ടറിൻ്റെ മുന്നിൽ നിന്നപ്പോൾ അവിടെ കുറേ പോലീസുകാരുണ്ടായിരുന്നു. ആ പോലീസുകാരോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ആ പോലീസുകാർ പറഞ്ഞു വെച്ചാൽ ഞാനിപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ കരുവാരക്കുണ്ടെന്ന് വെച്ചാൽ 400 കിലോമീറ്റർ താണ്ടിക്കാണ്ട് വെച്ചാൽ ട്രെയിനിന് വെച്ചാൽ ലോക്കൽ ബോഗിയിൽ ട്രെയിനിന് നിന്നുകാണ്ടും ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിക്ക് വന്നിക്കണത്. സാറേ ഞാനിപ്പോൾ അവിടെ പാസ് എടുക്കണ അവിടുന്ന് എന്നോട് പറഞ്ഞത് മന്ത്രിമാരെ കാണണമെങ്കിൽ 3 മണിയാവും, ചിലപ്പോൾ 3 മണി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റൂല. അപ്പോൾ ഞാനൊരു ഒരു നല്ല കാര്യത്തിനാണ് വന്നിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെച്ചാൽ മന്ത്രിമാരെ കാണാതെ പോയാൽ ഞാൻ കരുതിയ കാര്യം നടക്കൂല സാറേ. അപ്പോൾ നിങ്ങൾ ഇടപെട്ടുകാണ്ട് എന്നെ എങ്ങനെയും മന്ത്രിമാരെ കാണാൻ എന്നെ സഹായിക്കണം പറഞ്ഞു. അതിനൊരു പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിലേക്ക് വലിയ രാഷ്ട്രീയക്കാർക്ക് വിളിച്ചുകാണ്ട് ഇവിടേക്ക് ബന്ധപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് രാഷ്ട്രീയക്കാരോട് ഒരു ബന്ധമല്ല, സാറന്മാർ എന്നെ എങ്ങനെയും സഹായിക്കണം പറഞ്ഞപ്പോൾ അതിന് ഒരു സാറ് വെച്ചാൽ കുറേ പോലീസ് സാറന്മാർ അവിടെ ഉണ്ട്. അതിന് ഒരു സാറ് സെക്രട്ടേറിയറ്റിൻ്റെ എൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോയിക്കാണ്ട് കുറച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നിട്ട് എന്നെ കൂട്ടിക്കാണ്ട് മന്ത്രിമാരെ കാണാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി. നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താ അറിയോ, എനിക്ക് എല്ലാവരും മാറി പറഞ്ഞുകൊണ്ട് ക്ലിയർ ആക്കാനോ കഴിവില്ല, എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ 100ൽ ഒരു 10% മോശപ്പെട്ട ആൾക്കാർ എല്ലാ കുടുംബത്തിലും ഉണ്ട്, എല്ലാ പോലീസുകാരുടെ ഇടയിലുണ്ട്, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഉണ്ട്, എല്ലാവരും ഇതിലുണ്ട്. 100ൽ 10% ആൾക്കാർ. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ 100ൽ 90% ആൾക്കാരും നല്ല മനുഷ്യന്മാരാണ്.
അതിന് പോലീസായാലും അതിന് സർക്കാർ വേറെ ജോലിക്കാരായാലും അതിന് നാട്ടിലത്തെ വെച്ചാൽ മനുഷ്യന്മാരായാലും ആരായാലും 100% ആൾക്കാർ നല്ല ആൾക്കാരാണ്. ഇതിനൊക്കെ പറയിപ്പിക്കുന്ന ആൾക്കാർ 10% ആൾക്കാരാണ്. അതുകൊണ്ട് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരെയും നിങ്ങൾ കുറ്റപ്പെടുത്തിയാണ്ട് കമൻറ്റ് ചെയ്തരുത്. ഓക്കെ, എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ അന്ന് ആ പോലീസുകാർ എന്നോട് പിന്നെ നിങ്ങൾക്ക് ചോറ് വെച്ചിട്ടില്ലെങ്കിൽ ചോറ് മേടിച്ച് തരാമെന്ന് വരെ ആ സെക്രട്ടറിൻ്റെ മുന്നത്തെ പോലീസുകാർ എന്നോട് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയും നല്ല പോലീസുകാരുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഒരാൾ മോശം കാണിച്ചാൽ എല്ലാവരും കുറ്റം പറയരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ വർത്തമാനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം.